ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഈ ഒരു ചിക്കൻ കറി. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ കറീൻ്റെ പേരാണ്, ഞാനിട്ട പേര് ഗീ റോസ്റ്റ് എന്നാണ് കേട്ടോ. ചിക്കൻ ഗീ റോസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള ഒരു ചെമ്പ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ചെമ്പ് തന്നെയാണ് മസാല ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു മസാലപ്പൊടി, സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നിറച്ച് ഞാൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് എടുത്തത്. 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, വലിയ ജീരകം, അതും 2 ടീസ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നത്, അത് 1 ടീസ്പൂൺ കേട്ടോ. അതിൻ്റെ നേർ പകുതി മതി. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 സാധനം ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. നല്ലൊരു സ്മെല്ല് വരും, അതുവരെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത്. ഈ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് വറന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഉണ്ട്. കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളമയം ഉണ്ടാവരുത്. എന്നിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു രീതിയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് തീ കൂട്ടിയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മൊത്തം നശിച്ചു പോകും. ആ ഒരു കറിവേപ്പിലൻ്റെ ഒരു ഫ്ലേവർ പോയി പോകും. ഇനിയിപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. എത്രത്തോളം ഇത് പൊടിച്ചെടുക്കാൻ പറ്റും അത്രയും നല്ല നൈസായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണ് കേട്ടോ, 1 കിലോയിലേക്കുള്ള അളവാണിത്. ഈ ഒരു പൊടി മാറ്റി വെക്കുക. ഇതാണ് ഈ ഒരു കറീൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ സെയിം ചെമ്പിൽ തന്നെ ഇത് ഗീ റോസ്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗീയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല, ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. കൈവച്ചിട്ട് അരിയാണെങ്കിൽ ഇത്രയും നൈസായിട്ട് അരിഞ്ഞെടുക്കുക. 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിന് നന്നായിട്ട് ഈ ഒരു ഗീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിനൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചെറിയതായിട്ട് ഇത് കളറും മാറിക്കോട്ടെ, നന്നായിട്ട് വേവുകയും വേണം കേട്ടോ. ഇത് വെന്തില്ലെങ്കിൽ കറിക്കൊരു മധുരം വരും, അതുകൊണ്ടാണ് നല്ലോണം വാട്ടണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിടണം. അത് നന്നായിട്ട് ഇതിനൊന്ന് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വാട്ടിയെടുത്ത് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ആ ഒരു ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആ ഒരു പൊടികളെ പച്ചമണക്കം ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. നന്നായിട്ട് ഇതിനൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. 1 കിലോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ടാണ് ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകണ വരെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ചെറുതായിട്ട് ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മസാല പൗഡർ ഇല്ല, അത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു അളവ് ഇതിന് കറക്റ്റാണ് കേട്ടോ. 1 കിലോ ചിക്കനിലേക്കുള്ള അളവ് കറക്റ്റാണത്. ഇത് നമ്മൾ ആദ്യം ഇട്ട പൊടിൻ്റെ കൂടെ ഇട്ടിട്ട് വറുക്കേണ്ടില്ല, കാരണം അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടേണ്ടില്ല. അത് ഓൾറെഡി നമ്മൾ വറുത്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പൊടിയും എല്ലാ ചിക്കൻ്റെ മേലെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറിയല്ല. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടില്ല, ഇളക്കണ സമയത്ത് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ അത് വേവണ സമയത്ത് ഈ ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരാനും ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്രേവി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ പിന്നെയും വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട, ഇത്രയും മതി. ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട കുറച്ചധികം മല്ലിച്ചപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞ് വെച്ചതാണ്. ഒരു 1/4 കപ്പോളം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റാണ് നമ്മളത് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി 10 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട് ഒരു ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളം കണ്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഒഴിച്ച ഒരു 1/2 കപ്പും പിന്നെ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്.
ഇപ്പോൾ അത് ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. 15 മിനിറ്റാണ് ഞാനവിടെ കുക്ക് ചെയ്തെടുത്തത്. ചെറിയ പീസാക്കിയോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഗീ റോസ്റ്റ് കേട്ടോ, ഒരു സ്പെഷ്യലാണ്, അടിപൊളി ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിൻ്റെ കൂടെ മാച്ചാവും, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒരുപാട് മസാലക്കുത്തുകളൊന്നുമില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവറാണ്, എല്ലാവർക്കും ഇഷ്ടമാകുന്ന. എന്ത് നാടൻ എന്തെന്നെ ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഭട്ടൂര അല്ലെങ്കിൽ റൊട്ടിയോ പത്തിരിയോ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക, സക്സസ് ആണ്, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നീ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.